ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന രംഗമാണ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ശോഭനയുടെ കഥാപാത്രമായ ഗംഗ നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങൾ. ശോഭനയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു അത്. നകുലന്റെ മുന്നിൽ നാഗവല്ലിയായി മാറുമ്പോൾ ഒരു അമാനുഷിക ശക്തിയും ആ കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ട്. ചടുലമായ സംഭാഷണം പറയുന്നതിനോടൊപ്പം തന്നെ സമീപത്തുള്ള കട്ടിലും നാഗവല്ലി ഒറ്റക്കൈയിൽ പൊക്കിയെടുക്കുന്നു. അതേസമയം നകുലന്റെ ഗംഗ എന്ന വിളിയിൽ നാഗവല്ലി ഗംഗയിലേക്ക് മടങ്ങിയെത്തുകയും കട്ടിൽ നിലത്തിടുകയും ചെയ്യുന്നു. അസാമാന്യ ടൈമിംഗ് ഉള്ള ഈ രംഗം കണ്ടവർ എല്ലാം അതിശയത്തോടെ ചിന്തിക്കും, ശോഭന എങ്ങനെ ഒറ്റക്കൈയിൽ ആ കട്ടിൽ പൊക്കിയെന്ന്. ഇതിന്റെ പിന്നിലെ രഹസ്യം സംവിധായകൻ ഫാസിൽ അടുത്തിടെ അദ്ദേഹത്തിന്റെ മണിച്ചിത്രത്താഴിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ സീനിൽ അഭിനയിക്കുമ്പോൾ ഭയങ്കര നെർവസ് ആയിരുന്നു ശോഭന. പല തവണ സംവിധായകൻ ഫാസിലിനോട് പറയുകയുണ്ടായി, തനിക്ക് ഈ കട്ടിൽ ഒറ്റക്കൈക്ക് പൊക്കാൻ പറ്റില്ലെന്ന്. എന്നാൽ നാഗവല്ലിയായി മാറുമ്പോൾ ശോഭന താൻ പോലും അറിയാതെ ഇത് ഒറ്റക്കൈയിൽ പൊക്കിക്കോളും എന്നായിരുന്നു ഫാസിലിന്റെ മറുപടി. ശോഭനയോട് ഷൂട്ടിന് റെഡിയാകാൻ പറഞ്ഞ് ഫാസിൽ ആ രംഗം അഭിനയിച്ച് കാണിച്ചു. അനായാസമായി കട്ടിൽ ഒറ്റക്കൈ കൊണ്ട് ഉയർത്തുകയും ചെയ്തു. ഇത് കണ്ട ശോഭന ഞെട്ടി. ഇതിന്റെ പിന്നിൽ രഹസ്യം അറിയാൻ കട്ടിലിന് ചുറ്റും നോക്കി. അപ്പോഴാണ് കട്ടിലിന്റെ ഒരു മൂലയിൽ ഫാസിൽ നിർത്തിയ തന്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ ശോഭന കാണുന്നത്. ഇത് കണ്ടപ്പോൾ ശോഭനയും ഹാപ്പിയായി. ഷോട്ടിന് റെഡിയായി. നാഗവല്ലിയുടെ സംഭാഷണം പറഞ്ഞ് അനായാസമായി കട്ടിൽ ഉയർത്തി ഒറ്റയടിക്ക് താഴെയിടുകയും ചെയ്തു. ഈ സീനിൽ നമുക്ക് മനസ്സിലാകും, കട്ടിലിന്റെ ശോഭന ഉയർത്തുന്ന മുൻഭാഗത്തിന്റെ ഒരു കോർണർ, അതായത് ശോഭന പിടിച്ചിരിക്കുന്ന കോർണർ മാത്രമാണ് ഫ്രെയിമിൽ വരുന്നത്. കട്ടിലിന്റെ മറ്റൊരു വശത്തിൽ ഇരുന്ന് ശോഭനയ്ക്കൊപ്പം കട്ടിൽ ഉയർത്തുന്നത് ഫാസിലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ആ സീൻ അത്രയ്ക്ക് മനോഹരമാക്കുന്നതിൽ ക്യാമറയിൽ പെടാതെ ഒളിച്ചിരുന്ന് കട്ടിൽ ഉയർത്തിയ തന്റെ അസിസ്റ്റന്റിനും വലിയ പങ്കുണ്ടെന്ന് ഫാസിൽ പറയുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.